നമസ്കാരം, ഞാൻ സന്ധ്യ രഘുകുമാർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. ഗൂഢാലോചനയുടെ തുടർക്കഥ. പൾസർ സുനിയുടെ ഗൂഢാലോചന പ്രകാരം 6 വർഷം മുമ്പ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച നടിയുടെ മൊഴിയെടുത്ത പോലീസ്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് തന്നെ വാഹനത്തിൽ കയറ്റിയതെന്നും ഡ്രൈവറെ കൂടാതെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നെന്നും നടിയുടെ മൊഴി. 2011 നടന്ന സംഭവത്തിൽ കസ്റ്റഡിയിലുള്ളത് 2 പേർ. ഹോട്ടലിലേക്ക് എന്ന് പറഞ്ഞ വാഹനത്തിൽ കയറ്റിയവരെ സംശയം തോന്നിയത് വഴിതെറ്റിച്ച് വണ്ടി ഓടിച്ചപ്പോഴെന്ന് നടിയുടെ മൊഴി. തുടർന്ന് നിർമ്മാതാവിനെ ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചു. കൊച്ചിയിലെ റമദ ഹോട്ടലിൽ എത്തിച്ചെങ്കിലും അവിടെ മുറി ബുക്ക് ചെയ്തിരുന്നില്ലെന്നും മുതിർന്ന നടിയുടെ മൊഴി. പ്രമുഖ നിർമ്മാതാവിന്റെ ഭാര്യയായ നടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത് തിരുവനന്തപുരത്തെ വസതിയിൽ വെച്ച്. കേസിൽ മംഗലാപുരത്ത് നിന്ന് പിടിയിലായ എബിൻ കുര്യാക്കോസിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. കസ്റ്റഡിയിലുള്ള 2 പേരും പൾസറിന്റെ സഹായികളെന്നും പോലീസ്. അതേസമയം ചാലക്കുടിയിലെ ആഡംബര തിയേറ്റർ സമുച്ചയമായ ഡി സിനിമാസിന്റെ ഭൂരേഖകൾ ഹാജരാക്കാൻ നടൻ ദിലീപിന് നോട്ടീസ്. ഡി സിനിമാസ് പണിതിരിക്കുന്ന കയ്യേറ്റ ഭൂമി 27-ന് അളന്ന് തിട്ടപ്പെടുത്തും. വിവാദ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ജില്ലാ സർവേ സൂപ്രണ്ട് നോട്ടീസ് അയച്ചത് ദിലീപിന് പുറമെ മറ്റ് 6 പേർക്കും കൂടി. ചോർന്നു കിട്ടിയ ദൃശ്യങ്ങൾ. നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കൊച്ചിയിലെ മെഡിക്കൽ കോളേജിൽ പ്രദർശിപ്പിച്ച സംഭവത്തിൽ വിശദ അന്വേഷണം. ഫോറൻസിക് പഠനത്തിന്റെ ഭാഗമായി പ്രദർശിപ്പിച്ച ദൃശ്യങ്ങൾ കണ്ട വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴിയെടുക്കും. മെഡിക്കൽ കോളേജ് അധ്യാപകന് ദൃശ്യങ്ങൾ ലഭിച്ചതിനെക്കുറിച്ച് അന്വേഷിക്കാൻ DGPയുടെ നിർദ്ദേശം. പൾസർ സുനി പിടിയിലാകുന്നതിന് മുമ്പ് മെഡിക്കൽ കോളേജിൽ അക്രമ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചത് ജൂൺ അവസാന വാരം. ദൃശ്യങ്ങൾ കണ്ട പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ വിവരം രക്ഷിതാക്കളെ അറിയിക്കുകയായിരുന്നു. അതേസമയം ഇത്തരമൊരു സംഭവം നടന്നിട്ടില്ലെന്ന വിശദീകരണവുമായി കോളേജ് അധികൃതർ. നടിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈലിനും മെമ്മറി കാർഡിനുമായി അന്വേഷണ സംഘം തിരച്ചിൽ തുടരുമ്പോഴാണ് മെഡിക്കൽ കോളേജിൽ പഠനത്തിന്റെ ഭാഗമായി നടന്ന പ്രദർശനം. പോലീസിന് നാണക്കേടായ സംഭവത്തിൽ കർശന നടപടിയെന്ന് DGP ലോക്നാഥ് ബെഹ്റ. അതിനിടെ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ച അധ്യാപകനായി അന്വേഷണത്തിന് തുടർച്ച. ആധാരമില്ലാത്ത സ്വകാര്യത. ആധാർ കേസിൽ വ്യക്തിയുടെ സ്വകാര്യത സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ നിർണായക വാദത്തിന് തുടക്കം. സുപ്രധാന വിഷയം 9-അംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച്. ആധാറിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ സ്വകാര്യത മൗലിക അവകാശമാണോ എന്ന കാര്യം ആദ്യം പരിശോധിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് JS ഖെഹാർ. നിലവിലുള്ളത് വ്യക്തിയുടെ സ്വകാര്യത വിഷയം മൗലിക അവകാശങ്ങളുടെ പരിധിയിൽ വരുന്നതല്ലെന്ന സുപ്രീം കോടതി വിധികൾ. സ്വകാര്യതയ്ക്കുള്ള അവകാശം യുക്തിപരമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമെന്ന് 1954-ലെയും 63-ലെയും വിധികളിൽ കോടതി. സമവായം കാണാത്ത പ്രതിസന്ധി. കണ്ണൂരിലെ നഴ്സിംഗ് സമരം സമവായമില്ലാതെ തുടരവെ സ്വകാര്യ ആശുപത്രികളിൽ വൻ പ്രതിസന്ധി. പകർച്ചപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിൽ ആശങ്കയിലായി മാനേജ്മെന്റുകൾ. ജോലിക്ക് പ്രവേശിക്കില്ലെന്ന വിദ്യാർത്ഥികൾ കടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കവേ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ നടക്കുന്ന സമവായ ചർച്ചയിൽ പ്രതീക്ഷയെന്ന് ഉടമകൾ. പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ വിദ്യാർത്ഥികളുമായി കളക്ടറുടെ ചർച്ച. ഉത്തരവ് പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ വിദ്യാർത്ഥികൾ ഉറച്ചു നിൽക്കവേ INA-യുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് സംയുക്ത സമരസമിതി മാർച്ച്. അതേസമയം നഴ്സിംഗ് വിദ്യാർത്ഥികളെ ആശുപത്രികളിൽ നിയോഗിച്ചത് പൊതു താൽപര്യം കണക്കിലെടുത്തെന്ന കളക്ടർ. നടപടി സമരത്തിനിടെ ആശുപത്രികളുടെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാനെന്നും വിശദീകരണം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.